വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് അഫ്ഗാനി പുലാവ്, കാബൂളി പുലാവ് എന്നും പറയും. സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ക്യാരറ്റ് നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 3 കപ്പ് ബസ്മതി റൈസ്, പിന്നെ മസാലപ്പൊടികൾ കുരുമുളക് പൊടി, പുലാവ് മസാല, പിന്നെ ഗരം മസാല, പിന്നെ നമുക്ക് വേണ്ടത് കറുകപ്പട്ടയുടെ പൊടി, പിന്നെ കറുത്ത മുന്തിരി. പുലാവ് മസാലയുടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ തന്നെ. സോ ആദ്യം നമുക്ക് ബസ്മതി റൈസ് ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് ആദ്യം നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരല്പം നേരം മൂടി വെച്ചാലും കുഴപ്പമില്ല, കാരണം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കനിലേക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം ഉപ്പ് ആഡ് ചെയ്ത്, പിന്നെ നമുക്കൊരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കാം. ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഇത് 2 വിസിലുകൊണ്ട് നമ്മുടെ ഈ ചിക്കൻ വെന്ത് കിട്ടും. മൂടി വെച്ച് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് ഇനി അതിൽ നിന്ന് നമുക്ക് ആ ചിക്കൻ പീസസ് മാത്രം കോരിയെടുക്കാം. നമുക്ക് 2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് നമുക്കിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മൾ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തേക്കുന്നത്, അപ്പോൾ നമുക്ക് 6 കപ്പ് വെള്ളം വേണം. ഇനി നമുക്ക് ആ ചിക്കൻ സ്റ്റോക്ക് 2 കപ്പില്ലേ, ഇനി നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലിട്ടിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. വേവിക്കാൻ വറ്റിച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മൂടി വെച്ച് വെള്ളം നന്നായി തിളച്ച ശേഷം ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സിമ്മിലിട്ടിട്ട് വേണം ചോറ് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് നമുക്ക് ക്യാരറ്റും നമ്മൾ കറുത്ത മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കണം. സോ ഒരു ഫ്രൈ പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായി മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറുകപ്പൊട്ടൽ പൊടിയില്ലേ അത് ഒരു ലേശം ആഡ് ചെയ്ത് കൊടുക്കുക. ചുറ്റും നമ്മൾ വെതറി കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ഫ്രൈ ആയ ശേഷം നമുക്ക് ക്യാരറ്റ് കോരി മാറ്റി ഇതേ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ കറുത്ത മുന്തിരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുന്തിരി ചെറുതായിട്ട് വീർത്ത് വരുന്നുണ്ട്. നല്ലോണം വീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഊരി മാറ്റാം. നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ മാറ്റി വെച്ച ചിക്കനില്ലേ അത് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം. റൈസ് തയ്യാറാവുന്നുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. നമ്മൾ റൈസ് തയ്യാറായിട്ടുണ്ട്. കണ്ട തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ ആദ്യം അരിയൊന്ന് വറുത്തെടുത്തില്ലേ അത് കാരണമാണ് നമ്മൾ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയത്. ഇനി നമുക്ക് ചിക്കനും നമ്മുടെ ക്യാരറ്റും കറുത്ത മുന്തിരിയും വെച്ച് റൈസ് പുലാവൊന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. മുന്തിരിയും ഇട്ട ശേഷം നമുക്കൊരു അല്പനേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് സിമ്മിലിട്ടാൽ നല്ലതാണ്. ഒന്ന് സിമ്മിലിട്ടാൽ ഒരു ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു ആവിയും ഒക്കെ ഒന്ന് മിക്സായി നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരും. അഫ്ഗാനി പുലാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കൊണ്ട് മാത്രമല്ല മട്ടൻ കൊണ്ട് ഉണ്ടാക്കിയാൽ ഇതിലും ടേസ്റ്റാണ്. സോ മട്ടൻ കൊണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സെയിം പ്രോസസ്സാണ്.